എൻ്റെ പേര് ജെംസി. ഇതെൻ്റെ ഹസ്ബൻഡ് ജോസഫ്. മോൻ്റെ മൂന്നാമത്തെ കൊച്ചാണ്. അവൻ്റെ പേര് ആൻറ്റോൺസ്. ഞങ്ങൾ ഇപ്പോൾ പെർത്തിലാണ്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ. ഞങ്ങൾ ഇതിനു മുമ്പ് അയർലൻഡിലായിരുന്നു. രണ്ടുപേരും നഴ്സുമാരാണ്. ഞങ്ങൾ 2020 തൊട്ട് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിരുന്നു. പക്ഷേ ഓരോ തടസ്സം കാരണം PR-ൻ്റെ വർക്കൊന്നും നടക്കുന്നില്ല. ജോബൊക്കെ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും അത് വിസയൊക്കെ വെക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് അത് റിജക്ഷൻ വരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര നിരാശയായിരുന്നു. അങ്ങനെ ഏകദേശം 2023 ആയപ്പോഴത്തേക്കും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഡിസംബർ 4-നായിരുന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലും, പക്ഷേ അത് എപ്പോഴും എല്ലാ ദിവസവും ഒന്നും ചൊല്ലുമായിരുന്നില്ല. ഡ്യൂട്ടിയൊക്കെ കാരണം ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോവായിരുന്നു. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്തത് പിന്നെ ഞങ്ങൾ അത് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണേലും വന്ന് ലേറ്റ് ആയാലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഉടമ്പടിയിലുള്ള കാര്യങ്ങളൊക്കെ അരമണിക്കൂർ ബൈബിൾ വായന, കാരുണ്യ പ്രവൃത്തികൾ, അങ്ങനെ എല്ലാം ചെയ്ത് ഏകദേശം ജനുവരി 15 ആയപ്പോൾ ഞങ്ങളുടെ കുറേ നാളായിട്ടുണ്ടായിരുന്ന PR-ന് വെച്ച ഓസ്ട്രേലിയൻ PR ഞങ്ങൾക്ക് അപ്രൂവായിട്ട് അത് കിട്ടി. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരിടത്തുനിന്നും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും വരുന്നില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി തുടർന്നു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏകദേശം മെയ് മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു. പക്ഷെ അത് പൂളിലായിരുന്നു. അപ്പം നമുക്ക് ഉറപ്പൊന്നുമില്ല ആ ജോലി കിട്ടുമോ ഇല്ലയോ. ഇങ്ങനെ ഒരു 4-5 ഹോസ്പിറ്റലിൻ്റെ ഒരു പൂളിലോട്ടാണ് ഞങ്ങൾ രണ്ടും സെലക്ട് ആയത്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ അടുത്തടുത്തെങ്കിലും ജോലി കിട്ടുമായിരുന്നു നല്ലതായിരുന്നു എന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഇല്ല. ഞങ്ങൾ രണ്ടുപേരും അയർലൻഡിൽ നഴ്സിംഗ് ഹോമിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ ഒരാഗ്രഹം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ യേശു ഞങ്ങൾക്ക് ഒരു മെയ് മാസം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു. അത് പൂളിലായിരുന്നെങ്കിലും ജോലി കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഹോസ്പിറ്റലിൽ ഒരേ വാർഡിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് തന്നെ ജോലി തന്ന് അനുഗ്രഹിച്ചു. അതങ്ങനെ നടക്കുന്ന കാര്യമല്ല. കാരണം ഒരേപോലെ ഹസ്ബൻഡിനും വൈഫിനും ഒരേപോലെ ജോലി കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. പക്ഷേ ദൈവം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. അമ്മയുടെ മാധ്യസ്ഥത്തിന് ഒരുപാട് നന്ദി. അത് കഴിഞ്ഞ് ഞാൻ ഡ്രൈവിങ് ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു കൺസേൺ ആയിരുന്നു ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ വീട് ദൂരെയാണെങ്കിൽ ഞാൻ എങ്ങനെ ജോലിക്ക് പോകുമെന്ന്. കാരണം അവിടെ 5-4 ദിവസമൊക്കെ വർക്ക് ചെയ്യണം. അതും ഞങ്ങളൊരു ദിവസം അവിടെ ഓസ്ട്രേലിയ മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വീട് കാണാൻ വേണ്ടി പോയി. അപ്പോൾ ആദ്യത്തെ ദിവസം പോയപ്പോൾ അവർ ഇൻസ്പെക്ഷൻ ക്യാൻസലാക്കി. പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ നാട്ടിൽ നിന്ന് വെഞ്ചരിച്ച ഉപ്പുണ്ടായിരുന്നു. എൻ്റെ മമ്മി ഇവിടുന്ന് വെഞ്ചരിച്ച ഉപ്പ് അമ്മച്ചി മേടിച്ച് തന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ആ വീടിൻ്റെ വാതിൽക്കൽ ഇട്ടു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും അവർ ഇൻസ്പെക്ഷന് വിളിച്ചപ്പോൾ ചെന്ന് ആ വീട് ഞങ്ങൾക്ക് തന്നെ കിട്ടി. അത് ഞങ്ങൾക്ക് ഭയങ്കര മിറാക്കിളായിട്ടാണ് തോന്നിയത്. കാരണം അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു വീട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിള്ളേർക്കുള്ള സ്കൂളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് പത്രമൊന്നും കിട്ടില്ലായിരുന്നു. പക്ഷേ യൂട്യൂബിൽ അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ധ്യാനം അറ്റൻഡ് ചെയ്യുമായിരുന്നു. സാക്ഷ്യങ്ങളൊക്കെ കാണുമായിരുന്നു. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ ജോലി സ്ഥലത്തും പിന്നെ നമ്മുടെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സങ്കടം വരുമ്പോഴത്തേക്കും അവരോടൊക്കെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ അയർലൻഡിൽ നഴ്സായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം നമുക്ക് മെഡിസിനൊക്കെ മാത്രം കൊടുത്താൽ മതി, പേഷ്യൻറ്റിനെ കെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് വേറെ പുറത്ത് പോയി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ പേഷ്യൻസിന് തന്നെ ഞാൻ കുളിപ്പിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ അവിടെയും ഹോംലെസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന രീതിയിൽ കാണുമ്പോൾ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ നാട്ടിലുമാണെങ്കിലും പൈസയൊക്കെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ. പിന്നെ ഒരു സാക്ഷ്യം കൂടിയുണ്ട്. എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പം ആദ്യത്തെ 2 കുട്ടികൾ പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു ഒരു ആൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പം ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ ഡെലിവറിയുടെ സമയം 40 ആഴ്ച കഴിഞ്ഞിട്ടും ഡെലിവറി നടക്കുന്നില്ലായിരുന്നു.
അത് ഞാൻ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി. പക്ഷെ അവർ എന്നെ തിരിച്ചു വിടുമായിരുന്നു, ഒന്നും ആയിട്ടില്ല, പോയിട്ട് വരാൻ. പക്ഷെ എനിക്ക് നല്ല പെയിൻ ആയിരുന്നു. പക്ഷേ ഞാൻ 3-ാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയപ്പോഴത്തേക്കും അമ്മയുടെ മാധ്യസ്ഥത്താൽ എനിക്ക് സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ തന്ന് അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ യേശു ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും കാര്യങ്ങളാണ്. അമ്മ മാതാവിനും യേശുവിനും 1000 നന്ദി. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ജെൻസി തൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഉടമ്പടി ജീവിച്ചപ്പോൾ ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. അവർ അയർലൻഡിൽ ഹോം ടേക്ക് കെയർ ആയിട്ട് ജോലി ചെയ്തിരുന്ന, നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്തിരുന്ന 2 നഴ്സസാണ്. അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഒരു എക്സ്പീരിയൻസ്ഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഉടമ്പടി അവർ വളരെ കൃത്യമായി ഓൺലൈൻ ഉടമ്പടി ചെയ്ത് കൃത്യമായി ഉടമ്പടി പാലിച്ച് ജീവിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അവർക്ക് വളരെ വലുതായിരുന്നു എന്ന് ഇവിടെ ഏറ്റുപറയുകയാണ്. ഓസ്ട്രേലിയയിൽ PR ലഭിക്കുവാനും അവിടെ സെയിം ഹോസ്പിറ്റലിൽ സെയിം വാർഡിൽ അവർക്ക് 2 പേർക്കും നഴ്സസായി രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള വലിയ അനുഗ്രഹമാണ് ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിച്ചതെന്ന് ഏറ്റുപറയുന്നു. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ചെറുതും വലുതുമായ വലിയ ഇടപെടലുകൾ, പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ, മധ്യസ്ഥതയിലൂടെ ഈശോ അവർക്ക് സാധിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഏറ്റുപറയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു സ്വർഗീയ നിക്ഷേപം നമുക്കുണ്ടാകാൻ ദൈവം തന്നെയാണ് ചില സാഹചര്യങ്ങളിൽ സഹനത്തിൻ്റെ ഒരു സമ്മർദ്ദം നമുക്ക് തരുന്നത്. നിത്യമഹത്വത്തിന് വേണ്ടിയുള്ള ഒരു മുൻകൂർ അച്ചാരവും ഒരു മുതൽ മുടക്കും ഇത്തരം സഹന സന്ദർഭങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകി മുൻകൂറായി വാങ്ങുന്നതും ചില ആത്മീയ തിരിച്ചറിവുകളാണെന്ന് ഇന്ന് ജെൻസിയുടെ ഏറ്റുപറയുകയാണ്. നമ്മുടെ എല്ലാ സങ്കട സമയങ്ങളിലും ഈശോയെ പിരിയാതെ എപ്പോഴും ഈശോയെ സ്വീകരിക്കുമ്പോഴും നമ്മുടെ കുമ്പസാരത്തിലുള്ള ഏറ്റുപറച്ചിലുമെല്ലാം വിശുദ്ധ വചന വായനയിലൂടെ അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ നമുക്ക് നൽകുന്ന അടയാളങ്ങളുമെല്ലാം ഒത്തുചേരുമ്പോൾ ആണ് അതൊരു ജീവിത രീതിയായിട്ട് കൈമാറുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജെൻസിക്കും കുടുംബത്തിനും ലഭിച്ച വലിയ സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയാം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി മധ്യസ്ഥം ഉപേക്ഷിച്ചതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.